ഹലോ ഗായ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ ഈദാണ്. അപ്പോൾ ഈദിൻ്റെ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ കാണാം. തിരക്ക് പിടിച്ചിട്ടുള്ളൊരു ഗെറ്റ് റെഡി വിത്ത് മീ ആയിരുന്നു കേട്ടോ. കാരണം എനിക്ക് പുറത്തേക്കൊന്ന് പോകാനുണ്ടായിരുന്നു. അപ്പോൾ നോർമലി ഞാൻ ചെയ്യുന്ന പോലെ തന്നെ ഫസ്റ്റ് മോയ്സ്ചറൈസറായിട്ട് ഞാൻ വാസ്ലിൻ്റെ ഒരു മോയ്സ്ചറൈസറാണ്, ഗ്ലൂട്ടാഹയുടെ മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ സൺസ്ക്രീനായിട്ട് ഫോക്സ്ടെയിലിൻ്റെ SPF 70 ഉള്ളൊരു സൺസ്ക്രീനാണ് യൂസ് ചെയ്യാനായിട്ട്. അതൊരു മാറ്റ് ഫിനിഷ് ലുക്കാണ് തരുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സൺസ്ക്രീൻ. പിന്നെ അതിനുശേഷം ഇന്ന് കുറച്ചൊന്ന് മേക്കപ്പൊക്കെ ചെയ്ത് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതുകൊണ്ടൊരു പ്രൈമർ യൂസ് ചെയ്യുന്നുണ്ട്. സ്വിസ് ബ്യൂട്ടിയുടെ പ്രൈമറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. കാരണം എനിക്ക് കുറച്ച് പോറൊക്കെ ഉള്ളതാണ്, അത് ഫില്ല് ചെയ്യാനായിട്ട് എനിക്ക് സ്വിസ് ബ്യൂട്ടിയുടെ പ്രൈമർ എനിക്ക് ഓക്കെ ആയിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ ബേസ് മേക്കപ്പിൽ ഞാൻ യൂസ് ചെയ്യുന്നത് മെബിലൈൻ്റെ ഏജ് റിവൈൻ കൺസീലറാണ്. കാരമലാണ് ഞാൻ എൻ്റെ ഷെയ്ഡായിട്ട് എടുത്തിട്ടുള്ളത്. അതാണ് ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് ആക്ച്വലി. അപ്പോൾ അതെനിക്ക് ഡാർക്ക് സ്പോട്ട്സ് ഉള്ള എല്ലായിടത്തും ഞാൻ അപ്ലൈ ചെയ്തു. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ മെബിലൈൻ ഫിറ്റ്മിയുടെ ഫൗണ്ടേഷനും ഞാൻ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഞാനിത് രണ്ടും കൂടിയും അപ്ലൈ ചെയ്തിട്ട് ഒരുമിച്ച് എന്താ പറയുക ബ്ലെൻഡാക്കി എടുക്കുള്ളൂ കേട്ടോ. എനിക്കതാണ് കുറച്ചും കൂടിയും കംഫർട്ടബിളായിട്ട് തോന്നുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് ലെയേഴ്സായൊരു ഫീല് വരാറുണ്ട്. അപ്പോൾ ഞാൻ ഞാനൊരു കൺസീലർ ബ്രഷ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് പിന്നെ ബാക്കിയെല്ലാം ഒരു ഫൗണ്ടേഷൻ ബ്രഷ് വെച്ചിട്ടാണ് ഞാൻ ബ്ലെൻഡ് ചെയ്തെടുക്കുന്നത്. എനിക്ക് ബ്രഷാണ് കുറച്ചും കൂടിയും ഈസി മെത്തേഡായിട്ട് തോന്നിയിട്ടുള്ളത് സ്പഞ്ചിനെക്കാട്ടി. പിന്നെ ഞാനിത് ലിപ് ബാം അപ്ലൈ ചെയ്യുന്നുണ്ട്. ആക്ച്വലി ഞാനിത് മറന്നു പോയതാണ്, ഫസ്റ്റ് തന്നെ അപ്ലൈ ചെയ്യേണ്ടതായിരുന്നു. പിന്നെ അതിന് ശേഷം എനിക്ക് കണ്ണ് മെയിൻ ഫോക്കസാണ് എൻ്റെ. ഐബ്രോ എല്ലാം ഫില്ല് ചെയ്തു. പിന്നെ ഞാനൊന്ന് ഐ ഷാഡോ സെറ്റ് ചെയ്യാമെന്ന് വെച്ചു. എൻ്റെ കയ്യിലുള്ള പാലറ്റ് ഏതിൻ്റെയാണെന്ന് ഞാൻ മറന്നുപോയി കേട്ടോ ആക്ച്വലി. അപ്പോൾ ഞാനൊരു ഡാർക്ക് ഷെയ്ഡ്, എന്താ പറയുക, ഒരു ബർഗണ്ടി ഷെയ്ഡ് ഒരു കളറ് ഐ ഷാഡോ ലൈറ്റായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മേലെ കൂടെ ഞാൻ കാജലും വരച്ച് സെറ്റ് ചെയ്ത് മസ്കാര ഇട്ടു. പിന്നെ ഞാൻ ബ്ലഷായിട്ട് യൂസ് ചെയ്യുന്നത് നമ്മുടെ മാർസിൻ്റെ ഖൂബ്സൂരത് കുച്ചിപ്പുടി എന്ന് പറഞ്ഞ ലിപ്സ്റ്റിക്കാണ്. എൻ്റെ കയ്യിൽ വേറെ ബ്ലഷ് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ്. പിന്നെ ഞാൻ എപ്പോഴും ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുന്നതിന് മുമ്പ് ലിപ്പ് ലൈൻ ചെയ്യും. ഇത് സ്വിസ് ബ്യൂട്ടിയുടെ ഒരു ചോക്ലേറ്റ് ബ്രൗൺ ലിപ്പ് ലൈനറാണ്. ഇതെനിക്ക് അടിപൊളിയാണ്. കാരണം ഏത് ഷെയ്ഡ് ലിപ്സ്റ്റിക്ക് ഇട്ടാലും ഈ ലിപ്പ് ലൈനർ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയാണ്. പിന്നെ എൻ്റെ സിസ്റ്റർ വന്നപ്പോൾ എനിക്ക് സെഫോറയുടെ ഒരു ലിപ്സ്റ്റിക്ക് കൊണ്ടുവന്നിരുന്നു. പക്ഷേ എനിക്ക് തീരെ മാച്ച് അല്ലായിരുന്നു ആ ഷെയ്ഡ്. ഭയങ്കരമായിട്ട് വാഷ് ഔട്ട് ചെയ്ത് നിൽക്കുന്നുണ്ടായി. പിന്നെ ബോർജേഴ്സിൻ്റെയും ഒരു ഷെയ്ഡ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് അത് ഓക്കെ ആയിരുന്നു കേട്ടോ. നല്ല ഓക്കെയാണ്, അടിപൊളി എന്ന് പറയാനില്ല, ഓക്കെ ആയിരുന്നു. അപ്പോൾ ഞാൻ അതും ഇട്ടു. പിന്നെ ഇത് എൻ്റെ സ്നേഹപ്രിയനായ പ്രിയതമൻ എനിക്ക് സർപ്രൈസ് ഗിഫ്റ്റായിട്ട് തന്നതാണ്. ആക്ച്വലി ഞാൻ ഡ്രസ്സൊന്നും എടുത്തിരുന്നില്ല, പക്ഷേ ആളെനിക്ക് കൊണ്ടുവന്നു. അപ്പോൾ അത്രേ ഉള്ളൂ. ബായ്.